എല്ലാവരും ഇതൊരു അസുഖമായിട്ടൊക്കെ കരുതുമെങ്കിലും എനിക്ക് സത്യം പറഞ്ഞാൽ അതൊരു അനുഗ്രഹമാണ്. ജീവിതം ഏറ്റവും ആസ്വദിക്കാനുള്ളതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എപ്പോഴും കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്, ചിരിച്ചുകൊണ്ടാണ് ഉണ്ടാവുന്നത്. എന്താ അതിൻ്റെ ഒരു ബാബറി മസ്ജിദ് കലാപം ഉദാഹരണം പറയുകയാണെങ്കിൽ അതിനെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ചരിത്രം കൂടി പറഞ്ഞു തരും. ഇപ്പോൾ ആരായിരുന്നു ബാബർ, എങ്ങനെയാണ് ഈ പള്ളി ഉണ്ടായത്, ഇപ്പം എന്തിനാണ് അവർ അത് തകർത്തത്. അപ്പോൾ കോട്ടക്കൽ പൂരം ഇപ്പോൾ ദാവൂദ് പറഞ്ഞ പോലെ തന്നെ എല്ലാവരുടെയും ഒരു സ്വകാര്യ അഹങ്കാരമാണ്. ബന്ധുക്കളായിക്കോട്ടെ അല്ലെങ്കിൽ കൂട്ടുകാരായിക്കോട്ടെ ആരും ഇതൊരു അസുഖമായിട്ട് തന്നെ കണ്ടിരുന്നത്. എത്രയൊക്കെ തിരക്കുണ്ടെങ്കിലും കോട്ടക്കലിലേക്ക് വരാനൊരു ദിവസം അവർ കണ്ടെത്തും. ഇവിടെ ജനിച്ച് വളർന്നാൽ നമ്മുടെ പൈതൃകത്തിൻ്റെ ഒരു ഊഷ്മളത ഉണ്ട്. തീർച്ചയായിട്ടും കാണണമെന്ന് പറയില്ല. എൻ്റെ അച്ഛനെ ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ഉപബോധ മനസ്സിൽ എൻ്റെ അത് കുടികൊള്ളിരിക്കാം. ആയുർവേദശാല ഗവൺമെൻറ് തന്നെയാണോ, ഗവൺമെൻറ്റിൻ്റെ ആണോ? പിന്നീട് സീരിയസ് ആയിട്ട് എഴുത്ത് അല്ലെങ്കിൽ ഒരു എഴുത്തുകാരനാവണം തീരുമാനിക്കുന്നത് 2002 വിവേകാനന്ദ എൻ്റെ കൂടുതൽ എഴുതി. അപ്പം അങ്ങനെ 2020 മാർച്ചിലാണ് ആദ്യത്തെ പുസ്തകം ഐ ലൈ ഇൻ വെയിറ്റ് പബ്ലിഷ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഏറ്റവും ഒരു വ്യത്യസ്തനായ ഒരു വ്യക്തിയെ പരിചയപ്പെടുത്താനാണ്. എപ്പോഴും ഹാപ്പി ആയിട്ട് ഞാൻ കാണുന്ന സമയത്തൊക്കെ ആളെ ശ്രദ്ധിക്കുന്ന സമയം മുതൽ ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു എനർജി നമുക്കൊക്കെ ഫീൽ ചെയ്യും ആളേക്കൊന്ന്. അങ്ങനത്തെ ഒരു വ്യക്തിയെയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. ആളൊരു സാഹിത്യകാരനാണ്. അതുപോലെ തന്നെ നമ്മളെ കോട്ടക്കൽ ആയുർവേദശാലയിലെ കൊച്ചുമകൻ എന്ന് പറയാം. അതേപോലെ തന്നെ നമ്മളെ PKS വാര്യരുടെ കൊച്ചുമകൻ. അദ്ദേഹത്തിൻ്റെ 1-2 പുസ്തകങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ ചെയ്യുക, ഇതിൽ കൂടുതലായിട്ട് എല്ലാ കാര്യങ്ങളും സംസാരിക്കും. അദ്ദേഹത്തെ പരിചയപ്പെടുത്തുമ്പോൾ എനിക്ക് ഏറ്റവും താല്പര്യം എന്താണെന്ന് വെച്ചാൽ കാണുമ്പോൾ ആൾ ഭയങ്കര ഹാപ്പി ആയി, കാര്യം എനർജറ്റിക് ആണ്, എപ്പോഴും ചിരിച്ചുകൊണ്ടാണ് ആളെ കാണല്. അപ്പോൾ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുക ആസ്ട്രോ വിവേക്. താങ്ക് യു. ഏതായാലും ഒരു ഗിഫ്റ്റ് തന്നു വേണമെങ്കിൽ തുടങ്ങാം. ആയിക്കോട്ടെ. നമുക്ക് പോക്സ് പെർഫ്യൂംസ് തന്നൊരു ഗിഫ്റ്റാണ്. താങ്ക് യു. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ ചോദിക്കാനുള്ള എന്താ വെച്ചാൽ എപ്പോഴും കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്, ചിരിച്ചുകൊണ്ടാണ് ഉണ്ടാവില്ല. എന്താ അതിൻ്റെ അതിപ്പോൾ എന്താന്ന് വെച്ചാൽ എൻ്റെ ചെറുപ്പം തൊട്ടേ എനിക്ക് അങ്ങനെയാണ്. ഇപ്പോൾ ജീവിതം ഏറ്റവും ആസ്വദിക്കാനുള്ളതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടായിരിക്കാം. പിന്നെ സാധാരണ ഇപ്പോൾ ഒരു കുട്ടികൾക്ക് വേണ്ടുന്ന ടെൻഷനോ കാര്യങ്ങളോ ഒന്നും കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നില്ല. കാരണം ഇപ്പോൾ എല്ലാവരും ഇതൊരു അസുഖമായിട്ടൊക്കെ കരുതുമെങ്കിലും എനിക്ക് സത്യം പറഞ്ഞാൽ അതൊരു അനുഗ്രഹമാണ്. കാരണം സാധാരണ ഇപ്പോൾ നന്നായി പഠിച്ചില്ല അല്ലെങ്കിൽ മറ്റേ ഹോംവർക്ക് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു കാരണം കൊണ്ട് അതിന് രക്ഷപ്പെട്ടു പോകാൻ പറ്റും. കാരണം ആരും ചീത്തയൊന്നും പറയില്ല. അപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട്. പിന്നെ ഒരിക്കലും ഇപ്പോൾ എൻ്റെ ബന്ധുക്കളായിക്കോട്ടെ അല്ലെങ്കിൽ കൂട്ടുകാരായിക്കോട്ടെ ആരും ഇതൊരു അസുഖമായിട്ട് തന്നെ കണ്ടിരുന്നില്ല. അവർ വളരെ നോർമലായിട്ടാണ് എന്നോട് പെരുമാറിയിരുന്നതൊക്കെ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൂടി ആയിരിക്കാം അതിനുള്ളൊരു കാരണം. പിന്നെ ഈ ഡിഫോൾട്ട് സെറ്റിംഗ് എന്നൊക്കെ പറയില്ലേ, അപ്പോൾ ചിലപ്പോൾ ഈശ്വരൻ അങ്ങനെ തന്നെയാണ് സൃഷ്ടിച്ചു വിട്ടുണ്ടാവും. അതായിരിക്കാം അതിനൊരു കാരണം. കൂടുതൽ ഇപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല അതിന് എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ അതങ്ങനെ വരുള്ളൂ എന്നേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ. പിന്നെ നമുക്ക് നമ്മുടെ പേരൻസ്, അമ്മ, അച്ഛൻ എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ആളുകളാണ്. അവരെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ആളുകൾ, നമുക്ക് ഏറ്റവും സ്നേഹമുള്ള ആളുകളാവും. നമ്മളെ ഒരു അൺകണ്ടീഷണലി സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് വേഗം നോക്കാൻ പറ്റിയ ആളുകളാണ് നമ്മുടെ അച്ഛനും അമ്മ. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ സാറിനെ കണ്ടപ്പോൾ അമ്മ എപ്പോഴും കൂടെ ഉണ്ട്. ഇപ്പൊ പ്രത്യേകിച്ച് ഈ പുതിയ കാലത്ത് സ്വന്തം അമ്മനെയും അച്ഛനെയും പേരൻസിനെയും ആ ഒരു റെസ്പെക്റ്റും അതേപോലെ തന്നെ ഈ പ്രത്യേകിച്ച് ലഹരിക്കൊക്കെ അടിമായിട്ട് കൊന്ന കഥകൾ വരെ ഇപ്പൊ അടുത്തുണ്ടായത്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് നിങ്ങളൊരു നിങ്ങളെ അമ്മയും തമ്മിലുള്ള ഒരു ബോണ്ട് ഞങ്ങൾക്ക് മനസ്സിലായി, അത് പറഞ്ഞു ചെയ്തു. എന്താണ് നിങ്ങൾക്ക് അമ്മനെ പറ്റി, അമ്മ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക്? അമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ കണക്കിൽ ഒരു ശക്തിയാണ്. അത് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകുന്ന ഒരു ശക്തിയാണ്. ഇപ്പം എൻ്റെ ജീവിതത്തിലായാലും എല്ലാവരുടെ ജീവിതത്തിലായാലും ഇപ്പോൾ അച്ഛന്മാർ പിന്നെയും കുറച്ചുകൂടി ശകാരിക്കുകയും അടിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യും. നമ്മുടെ അടിക്കും നമ്മുടെ ശകാരത്തിനും അത് കഴിഞ്ഞാൽ അതിനൊരു ലിമിറ്റുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭക്ഷണം വേണോടാ വെച്ചിട്ട് വരും. അല്ലെങ്കിൽ എന്താ പരിപാടി എന്നൊക്കെ ചോദിച്ചാൽ ആ ഒരു എന്താ പറയുക
അകൽച്ച നമുക്ക് ഒട്ടും തോന്നില്ല. ഇപ്പോൾ ഒരു വാഗ്വാദം ഉണ്ടായി അല്ലെങ്കിൽ ഒരു തർക്കം ഉണ്ടായി, അത് ഏറ്റവും ആദ്യം കോംപ്രമൈസ് ചെയ്യാൻ എത്തുക അമ്മയായിരിക്കും. നമ്മളങ്ങോട്ട് പോണതിന് മുമ്പ് അമ്മ അങ്ങോട്ട് എത്തും. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ ദാവൂദ് പറഞ്ഞ പോലെ ഒരുപാട് പേരിപ്പോൾ ഈ ലഹരിക്ക് അടിമപ്പെട്ടിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴും ഞാൻ കണ്ടു വന്നിട്ടുള്ള ഏറ്റവും സവിശേഷത, ഇപ്പം എത്രയൊക്കെ കാലം മാറിയാലും ആ മാതൃത്വം അത് പോവില്ല. തീർച്ചയായിട്ടും ഇത്രയൊക്കെ പ്രശ്നമുണ്ടെങ്കിലും ഇപ്പോൾ ഈ പറയുന്ന മക്കളുടെ അമ്മമാർ ഒരിക്കലും അവരുടെ മക്കളെ തള്ളി പറയുന്നത് നമ്മൾ കാണില്ല. അപ്പോഴും ന്യായീകരിക്കുകയും ചെയ്യും. അവനെ അറിവില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഒരു എക്സ്ക്യൂസ് അവരെപ്പോഴും നൽകും. അത് ഒരു കണക്കിന് നല്ലതാണ്. പക്ഷെ മറുവശം നോക്കുമ്പോൾ ആ ഒരു എക്സ്ക്യൂസിൽ നിന്നാണ് സത്യം പറഞ്ഞാൽ പലപ്പോഴും അവർ തെറ്റായ വഴിക്ക് പോകുന്നതും. അപ്പോൾ അത് എവിടെ വരയ്ക്കണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതെ. പിന്നെ അതുപോലെ തന്നെ വലിയൊരു ഫാമിലിയിലാണ് ജനിച്ചിട്ടുള്ളത്. അതെ, ലോകം മൊത്തം അതെ, എവിടെ പോയാലും കോട്ടക്കൽ ആയുർവേദശാല എന്ന് കാണാതെ ഒരു സിറ്റി ഇല്ല. കോട്ടക്കൽ ആയുർവേദശാല പേരില്ലാതെ. അപ്പോൾ കോട്ടക്കൽ ആയുർവേദശാലൻ്റെ മെഡിസിന്, അവിടുത്തെ ഇതിൻ്റെ കാര്യങ്ങളൊന്നും ആളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇതിൻ്റെ ഈ കുടുംബത്തിലുള്ള ആളായതുകൊണ്ട് ഇതിൻ്റെ ബാക്കിൽ നടക്കുന്ന കുറേ പ്രവർത്തനങ്ങളുണ്ട്, ഇവിടുന്ന് എഫേർട്ട് ഉണ്ട്. ഇത് നിങ്ങളെ കുട്ടിക്കാലം മുതൽ കണ്ടിട്ടുണ്ടാവും. ഇത് വളർന്നു വന്നൊരു സംഭവം. നമ്മളെ ഈ കോട്ടക്കന്ന് ബിൽഡായതാണ് ഈ ഇത്രയും വലിയൊരു ആയുർവേദത്തിന് ഇത്രയും ഒരു മാർക്കറ്റും ഒരു പബ്ലിസിറ്റിയും ആളുകൾക്ക് ഇത്രയും ഇഷ്ടപ്പെടാനുള്ള കാരണം. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളെ മുത്തച്ഛനായാലും ഇവരൊക്കെ ഇതിനു വേണ്ടി പ്രയത്നിച്ച ആളുകളാണ്. എന്താണ് കുട്ടിക്കാലത്തെ ഓർമ്മ, ഈ ആയുർവേദശാല ഇത്രയും വലിയൊരു കുടുംബത്തിൽ ജനിച്ച ആ കുടുംബത്തിന്റെ ഓർമ്മ എന്ന് പറയുകയാണെങ്കിൽ? കുടുംബത്തിന്റെ ഓർമ്മ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ VIP ട്രീറ്റ്മെന്റ് നമ്മൾ പറയില്ലേ, തീർച്ചയായും അത് എവിടെ ചെന്നാലും കിട്ടും. അതാണ് ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറയുന്നത്. പിന്നെ ഞാൻ കണ്ടു വന്നിട്ട്, ഇപ്പോൾ ദാവൂദ് ചോദിച്ച പോലെ ഇതിൻ്റെ പിന്നിലെ പ്രവർത്തനം, അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു സ്നേഹം, അതാണ് പരസ്പര സ്നേഹം. ഇപ്പോൾ നേരത്തെ അമ്മയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ എന്തൊക്കെ തർക്കങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിലും ഒരു വൈദ്യശാലയുടെ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ഒരു കാര്യം വരുമ്പോൾ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണ്. അതാണ് ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്കുള്ള കാരണം. പിന്നെ ഇതിൻ്റെ സ്ഥാപകനായിട്ടുള്ള PS വാര്യർ അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ള ഒരു വിൽപ്പത്രം ഉണ്ടാവും, അതിനെക്കുറിച്ച് എല്ലാ കോട്ടക്കൽക്കാർക്കും അറിയുന്നതാണ്. അതെ. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു മാനദണ്ഡങ്ങൾ കൃത്യമായിട്ട് പാലിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വിജയത്തിൻ്റെ പിന്നിലുള്ള രഹസ്യം. പിന്നെ കുടുംബത്തിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ലോകത്ത് എവിടെ പോയാലും ഒരു ഒക്കേഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വെക്കേഷന് നാട്ടിൽ വരുമ്പോൾ എവിടൊക്കെയാണ് വരണമെങ്കിൽ, ഇപ്പോൾ അവർ ഇപ്പോൾ കോഴിക്കോട്, ഇപ്പോൾ നമ്മുടെ ബന്ധുക്കൾ എല്ലായിടത്തും ഉണ്ട്. ഈ എന്താ പറയുക, 7 ഭൂഖണ്ഡങ്ങളും താണ്ടി നിൽക്കുന്ന ബന്ധുക്കളാണെന്ന് പറയാം. പക്ഷെ അവരെവിടെ വന്നാലും അല്ലെങ്കിൽ എപ്പോഴൊക്കെ നാട്ടിൽ വരണോ കോട്ടയ്ക്കിൽ വരിക എന്നുള്ളത് അവർ മറ്റേ ഈ പറഞ്ഞ ഡിഫോൾട്ട് സെറ്റിംഗ് ആയിട്ട് ചെയ്യുന്നൊരു കാര്യം. എത്രയൊക്കെ തിരക്കുണ്ടെങ്കിലും കോട്ടയ്ക്കലേക്ക് വരാനൊരു ദിവസം അവർ കണ്ടെത്തും. അതിൻ്റെ പിന്നിലുള്ളതും ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ജനിച്ച് വളർന്നാൽ നമ്മുടെ പൈതൃകത്തിൻ്റെ ഒരു ഊഷ്മളത ഉണ്ട്. ഇപ്പോൾ അച്ഛനായാലും ഇപ്പോൾ മാട്ടിമാനായാലും ഏത് ഇപ്പോൾ വലിയച്ഛന്മാരും വലിയമ്മമാരും എല്ലാവരും അതെ, നമുക്ക് തരുന്ന ഒരു കരുതലുണ്ട്. അപ്പോൾ അത് ഈ മറ്റേ ഒരു ലഹരി പോലെ തന്നെ. മറ്റേ ലഹരി നമ്മുടെ ആരോഗ്യം നശിപ്പിച്ചാൽ ഈ ലഹരി നമുക്ക് ഏറ്റവും എവിടെ ചെന്നാലും നമ്മുടെ പിന്നിൽ അല്ലെങ്കിൽ ഒരു ശക്തിയായിട്ട് അവരുണ്ട് എന്നുള്ള ഒരു സന്ദേശം കൂടി നൽകുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ബേസിസിൽ തന്നെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശക്തി തന്നെയാണ് അവർ എവിടെയൊക്കെ ആണെങ്കിലും എപ്പോഴൊക്കെ അവിടെ വരണോ അപ്പോഴൊക്കെ നാട്ടിൽ വരും. പിന്നെ ഇപ്പോൾ കോട്ടക്കൽ പൂരം, ഇപ്പോൾ ദാവൂദ് പറഞ്ഞ പോലെ തന്നെ എല്ലാവരുടെയും ഒരു സ്വകാര്യ അഹങ്കാരമാണ്. അപ്പോൾ ആ പൂരസമയത്തും അതെ, ഇപ്പോൾ എല്ലാവരും കഴിയുന്നത്ര ഇവിടെ എത്താൻ നോക്കും. പലപ്പോഴും പക്ഷെ പല കാരണങ്ങളിൽ പറ്റാറില്ല. ഔദ്യോഗിക കാരണങ്ങളാവാം, വിദ്യാഭ്യാസ കാര്യങ്ങളാവാം. അപ്പോൾ അതിൻ്റെയൊക്കെ കാരണങ്ങളാൽ വരാൻ പറ്റാറില്ല. എന്നാലും ദേ മേക്ക് ഇറ്റ് എ പോയിന്റ് ദാറ്റ് ദേ ആർ ഹിയർ. അതാണ് അതിൻ്റെ ഒരു രഹസ്യം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു കുട്ടിക്കാലം തന്നെയാണ് ഞാൻ കണ്ട് വളർന്നിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ എൻ്റെ
കസിൻസ് ആയാലും ഏട്ടനോ അവരൊക്കെ എല്ലാവരും ഇവിടെ തന്നെ കളിച്ച് വളർന്നതാണ്. അപ്പോൾ നമുക്ക് എവിടെയൊക്കെ പോയാലും തിരിച്ചിങ്ങടന്ന് വന്നോളും. അത് എങ്ങനെ പോയാലും ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് കൂടി എൻ്റെ മറ്റേ കസിനൊരാൾ വന്നിട്ടുള്ളൂ, അർജുൻ എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ അവൻ ദുബായിലാണ്. ഇപ്പോൾ 2 ദിവസത്തെ ശബരിമലയ്ക്ക് ദർശനത്തിന് വന്നതാണ്. അപ്പോഴും അതെ ഇവിടെ വന്നു നമ്മളെയൊക്കെ കണ്ടു എന്നിട്ടാണ് പോയത്. അപ്പോൾ അത് എങ്ങനെ പോയാലും അങ്ങനെ അത് നടക്കും. അതാണ് അതിൻ്റെ ഒരു രഹസ്യം എന്ന് പറഞ്ഞാൽ. അതെ, അത് സ്നേഹം തന്നെയാണ് എൻ്റെ ഏറ്റവും അടിസ്ഥാന കാര്യം. അതാണ്. പിന്നെ ചോദിക്കാനുള്ളത്, നമ്മളെ PKS വാര്യറാണ് ഇതിനൊരു വേറെ ലെവൽക്ക് ഉയർത്തിയത്. അതെ അതെ അതെ, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മൂപ്പരെ നിങ്ങൾ കുട്ടിക്കാലം മുതൽ കണ്ടിട്ടുണ്ടാവും. അതെ, അദ്ദേഹം ഇപ്പം അടുത്താണ് മരണപ്പെട്ടു പോയത്. അപ്പോൾ എന്താണ് അദ്ദേഹത്തെ പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? അദ്ദേഹത്തിൻ്റെ ഈ ഉയർത്തൽ, അദ്ദേഹത്തിൻ്റെ ഈ കഴിവും അതിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് മുത്തശ്ശനെ പറ്റി ഓർക്കുകയാണെങ്കിൽ? അതിപ്പോൾ നേരത്തെ ദാവൂദ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ എപ്പോഴും തീർച്ചയായിട്ടും കാണണമെന്ന് എന്ന് പറയില്ല. എൻ്റെ അച്ഛനെ ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. ചിലപ്പോൾ ആ ഒരു മറ്റു ഉപബോധ മനസ്സിൽ എൻ്റെ അത് കുടികൊള്ളിരിക്കാം. അപ്പോൾ അതുകൊണ്ടായിരിക്കും അദ്ദേഹം എപ്പോഴും പ്രസന്നവദനാണ്, എപ്പോഴും തീർച്ചയായിട്ടും അദ്ദേഹത്തെ കാണുന്നു. പിന്നെ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഇന്നിപ്പോൾ മൺഡേ ആണ്, ഇന്നിപ്പോൾ അത് ചെയ്യണം ഇത് ചെയ്യണം ആ ഒരു ചിന്തയുണ്ട്. അദ്ദേഹത്തിന് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് അറ്റ്ലീസ്റ്റ് എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ പകർത്താൻ നോക്കിയിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു സ്ഥിരോത്സാഹമാണ്. എപ്പോഴും ഊർജ്ജസ്വലനാണ്. ഇപ്പോൾ പറ്റില്ല അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ തന്നെ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്, രാത്രിയൊക്കെ ഉറക്കത്തിൻ്റെ ഇടയിലൊക്കെ വിളിക്കും, ഇവിടെ നഴ്സിംഗ് ഹോമിൽ വിളിക്കും, രോഗിക്ക് എന്തോ സീരിയസ് ആയി എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോഴൊക്കെ യാതൊരു പരാതി പറിച്ചൊരു എനിക്ക് നമ്മളൊക്കെ ആണെങ്കിൽ അങ്ങനെ പറഞ്ഞു പോകും. പക്ഷെ അദ്ദേഹത്തിന് ഞാനങ്ങനെ കണ്ടിട്ടില്ല. അപ്പം തന്നെ മറ്റേ വസ്ത്രം മാറുന്നു, അങ്ങനെ പോകുന്നു. പിന്നെ എപ്പോഴാണ് വരികയെന്ന് തന്നെ അറിയില്ല. ചിലപ്പോൾ ഞാൻ ഉറങ്ങി പോയിട്ടുണ്ടാവും. ഞാൻ കുട്ടിക്കാലത്ത് വളരെ ലൈറ്റ് സ്ലീപ്പറാണ്. ഇവിടെയാണെങ്കിൽ ആ പഴയ കറുത്ത ഫോണാണ്. അപ്പോൾ നല്ല ഒച്ചത്തിൽ അത് അടിക്കുക. അപ്പോൾ ബാക്കി എല്ലാവരും ഉറങ്ങണിച്ചാലും ഞാൻ ഉണർന്നുണ്ടാവും. അപ്പം പക്ഷെ അദ്ദേഹം പോകുന്നു മാത്രമേ ഞാൻ കാണുള്ളൂ. എപ്പോഴാണ് വന്ന് അത് ചിലപ്പോൾ രാവിലെ ആകുമ്പോൾ എന്തുണ്ടാവും, അത് മുഴുവൻ കഴിഞ്ഞിട്ട് അദ്ദേഹം വരുള്ളൂ. അത് അദ്ദേഹത്തിൻ്റെ ഒരു ശീലം അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ ഒരു സ്ഥിരോത്സാഹം തന്നെയാണ് അത് ഇത്രയും വലിയൊരു ഉയർച്ചയിലേക്ക് നയിക്കാൻ അദ്ദേഹത്തിന് പ്രചോദനമായത്. അല്ലെങ്കിൽ ഒരു നമ്മൾ എന്താ ബേണിംഗ് ഡിസയർ എന്നൊക്കെ പറയില്ല. അപ്പോൾ അതന്നെയാണ്. പിന്നെ അദ്ദേഹത്തിനായിട്ട് പേഴ്സണലി ഉള്ളൊരു റാപ്പോ എന്ന് പറയുന്നത്, പണ്ട് ഇപ്പോൾ എൻ്റെ അച്ഛൻ ബാങ്കിലായിരുന്നു, ബാങ്ക് ഓഫ് അമേരിക്കയിലായിരുന്നു. അപ്പോൾ ചെന്നൈയിലായിരുന്നു എൻ്റെ കുട്ടിക്കാലൊക്കെ ഉണ്ടായിരുന്നു. ഒരു 10 വയസ്സ് വരെ ഞാൻ ചെന്നൈയിലായിരുന്നു. അപ്പോൾ വെക്കേഷനിൽ വരുമ്പോഴേ അച്ഛനെ അച്ഛമ്മയും കാണലുള്ളൂ. അപ്പോൾ സ്ഥിരം അവരുടെ ഒപ്പം തന്നെയാണ്. ഇനി ഇപ്പം ബാക്കിയുള്ളവർക്ക് പുറത്ത് കളിക്കും, ഞാൻ കളി കണ്ടിരിക്കാനല്ലാതെ അല്ലാത്ത സമയം അച്ഛൻ്റെ അച്ഛമ്മയുടെ ഒപ്പമാണ്. പിന്നെ അപ്പോൾ ഇപ്പം എല്ലാവരും എന്നെക്കുറിച്ച് പറയുന്നത് എനിക്ക് ഒരുപാട് വിവരം ഉണ്ടെന്നാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയ കാര്യങ്ങളിൽ, സാമൂഹിക കാര്യങ്ങളിൽ. അപ്പോൾ കുട്ടിക്കാലത്ത് എന്താ വെച്ചാൽ അച്ഛൻ അന്ന് ഈ ദൂരദർശൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്ഥിരമായിട്ട് ന്യൂസ് കേൾക്കും, രാത്രിത്തെ ന്യൂസ് കേൾക്കും. അപ്പം സത്യം പറഞ്ഞാൽ എനിക്കത് മഹാ ബോറടിയാണ്. പക്ഷെ അന്ന് വേറൊന്നും ഇല്ലാത്തതുകൊണ്ട് അച്ഛനൊപ്പം ഇരിക്കുക. പിന്നെ എന്താ വെച്ചാൽ അച്ഛമ്മ ആപ്പിൾ എത്തിത്തരും. അപ്പോൾ ആപ്പിൾ കഴിക്കുക, ന്യൂസ് കാണുക എന്നുള്ളതാണ് ഒരു ശീലം. അപ്പോൾ ഈ ന്യൂസ് കേൾക്കണ സമയത്ത് അച്ഛൻ അറിയാം ഞാൻ ബോറടിച്ചിട്ടാണ് അവിടെ ഇരിക്കണത് അറിയാം. അപ്പോൾ അച്ഛൻ എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. പിന്നെ ഞാൻ കണ്ടിരിക്കുന്നത് അച്ഛൻ്റെ ഓർമ്മശക്തിയാണ്. അത് അസാധ്യമാണ്. അല്ലെങ്കിൽ ഒരു അപാര തരത്തിൽ ഓർമ്മിക്കുന്ന മനുഷ്യൻ. അപ്പോൾ ഏത് ഉറക്കത്തിൽ നിന്ന് വേണ്ടി ചോദിച്ചാലും ഇന്ന റൂമിൽ ഇന്ന വർഷം അന്ന രോഗിയുടെ പേരും അവരുടെ അസുഖമൊക്കെ പറയും. അപ്പം അതിന് ഞാൻ കാണുന്നൊരു അതിൻ്റെ ഒരു എന്താ പറയുക ട്രിക്ക് അല്ലെങ്കിൽ സ്കിൽ അദ്ദേഹം വളർത്തിയെടുക്കുകയെന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് ഡയറി എഴുതുമായിരുന്നു. അപ്പോൾ ആ ഡയറിയിൽ ഇതൊക്കെ അദ്ദേഹം കുറിച്ച് വയ്ക്കും. അപ്പോൾ ഒരു റെഫറൻസ് പോലെ അത് ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ നമ്മൾ എത്രയായാലും നമ്മൾ എഴുതുമ്പോൾ നമ്മുടെ മനസ്സിൽ അത് പതിവല്ലോ. അപ്പോൾ അതും കൂടി ആയിരിക്കാം. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഇപ്പോൾ ഈ ന്യൂസിൻ്റെ കാര്യത്തിലും അതെ. ഇപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ അന്ന് നടന്ന ഇപ്പം ഒരു ബാബറി മസ്ജിദ് കലാപം ഉദാഹരണം പറയുകയാണെങ്കിൽ, അപ്പോൾ അത് അതിനെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ചരിത്രം കൂടി പറഞ്ഞു തരും. അപ്പോൾ ആരായിരുന്നു ബാബർ, അപ്പോൾ എങ്ങനെയാണ് ഈ പള്ളി ഉണ്ടായത്, അപ്പോൾ ഇപ്പം എന്തിനാണ് അവർ അത് തകർത്തത്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ടൊരു വിശകലനത്തോട് കൂടിയിട്ടേ പറഞ്ഞുള്ളൂ. പിന്നെ അദ്ദേഹം ഇടത് സഹയാത്രികനാണ്.
പക്ഷെ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ രാഷ്ട്രീയ ചിന്തകളോ എന്നിലേക്ക് അടിച്ചേൽപ്പിക്കാൻ അദ്ദേഹം ഒരിക്കലും നോക്കിയിട്ടില്ല. അതൊരു സ്വാതന്ത്ര്യം എനിക്കുണ്ടായിരുന്നു. അതിപ്പോൾ ഏത് കാര്യത്തിലായാലും ശരി. ഇപ്പോൾ എൻ്റെ ചിന്തകൾക്ക് അവരൊരു അതിർവരമ്പുകളൊന്നും വെച്ചിരുന്നില്ല. അപ്പം നീ ഇന്നമാതിരി ചിന്തിക്കണം, ഇന്നമാതിരി പ്രവർത്തിക്കണം, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അതാണ്. പിന്നെ ഇത്രയും വലിയൊരു മനുഷ്യൻ്റെ പേരക്കുട്ടി ആവാന്ന് പറയുമ്പോൾ ഒരുപാട് പേരെ കാണാൻ പറ്റും. അങ്ങനെയും ഇതുണ്ട്. അപ്പോൾ ഇതേപോലെ ഇപ്പോൾ മോഹൻലാലിനെ കാണാൻ പറ്റി. അങ്ങനെ ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒപ്പം നടക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ പലരുമായിട്ട് അദ്ദേഹം സംവദിക്കുന്ന രീതി അതും എടുത്തു പറയേണ്ടതാണ്. ഇപ്പോൾ വലിപ്പ ചെറുപ്പമൊന്നും കാണിക്കില്ല. ഇപ്പോൾ എത്രയും വലിയൊരു ജഡ്ജ് അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ത്യൻ പ്രസിഡൻ്റൊക്കെയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ വരും. ഒരു ചെറിയ കുട്ടിയാണെങ്കിൽ ആ ചെറിയ കുട്ടിയുടെ തരത്തിലേക്ക് താഴാൻ അദ്ദേഹത്തിന് യാതൊരു കുഴപ്പമില്ല. അപ്പോൾ ആ രീതിയിൽ തന്നെ കളിപ്പിക്കുകയും ചെറുപ്പിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതും സത്യം പറഞ്ഞാൽ ഞാൻ പകരാൻ നോക്കുന്നൊരു സ്വഭാവ സവിശേഷതയാണ്. അതെ. അപ്പം അങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. പിന്നെ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്, ആയുർവേദശാല ഗവൺമെന്റ് തന്നെയാണോ, ഗവൺമെന്റിന്റെ ആണോ അത്, ഇനി അതല്ല വേറെ എന്തെങ്കിലും ആണോ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്? അത് എന്താ പറയാ, നിങ്ങൾ ഒരു ക്ലാരിറ്റി കൊടുക്കാൻ? അല്ല, ഇത് ഗവൺമെന്റിന്റെ അല്ലേ, ഇത് തീർത്തും സ്വകാര്യ സ്ഥാപനമാണ്, പ്രൈവറ്റ് എന്റർപ്രൈസ് ആണ്. അപ്പോൾ അതില് ആളുകൾ ചോദിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഇവിടുന്ന് മരുന്ന് ഫ്രീ കൊടുക്കുന്നുണ്ട്, ഡോക്ടർ ഫ്രീ ആണ്, അതുകൊണ്ടാണ് ചോദിക്കാനുള്ള കാരണം. അല്ല, അതെന്താ വെച്ചാൽ നമ്മുടെ സ്ഥാപകനായിട്ട് എഴുതി വെച്ചിട്ടുള്ള വിൽപ്പത്രത്തിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പം അതിൽ ഇത്ര ശതമാനം ധർമ്മകാര്യങ്ങൾക്കായത് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് കൊടുക്കണം എന്ന് അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിൽ മറ്റൊരു സവിശേഷത, ഇപ്പോൾ ദാവൂദിനെ പോലെ എല്ലാവർക്കും അറിയുന്നൊരു കാര്യമായിരിക്കും, ട്രസ്റ്റ് ബോർഡാണ് ഇത്. ഇപ്പോൾ എനിക്ക് എൻ്റെ സ്വന്തമാണ് ഈ സ്ഥാപനം എന്ന് പറയാൻ പറ്റില്ല. ഞാൻ വെറും ഒരു കാര്യസ്ഥ മാത്രമാണ്. ഇപ്പോൾ എൻ്റെ അച്ഛനായാലും ഇപ്പോൾ എൻ്റെ വല്യച്ഛൻ മാട്ടിമാനായാലും പറയുക അങ്ങനെയാണ്. നമ്മുടെ കാര്യസ്ഥത മാത്രമേ നോക്കുന്നത്. അതായത് സ്ഥാപകൻ പറഞ്ഞ രീതിയിൽ ഇത് നടക്കുന്നുണ്ടോ എന്ന് നോക്കുക, അത്രമാത്രമേ നമ്മുടെ ഉത്തരവാദിത്തമുള്ളൂ. അതാണ് ഇപ്പോൾ എനിക്കിതിൽ നിന്നും ഇതെൻ്റെ സ്വത്താണ് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇത് അങ്ങനെയാണ് ഇതുവരെ നടന്നിരിക്കുന്നത്, ഇനിയും അങ്ങനെ നടക്കും. കാരണം അത് PS വായിട്ട് എഴുതി വെച്ചിട്ടുള്ള വിൽപ്പത്രത്തിൻ്റെ മാഹാത്മ്യം അത്ര ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അത് അത്രയും കൃത്യമാർന്ന ഒരു വിൽപ്പത്രം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. അല്ലാണ്ട് ഗവൺമെൻറ് ഇതല്ല. കോളേജ് ഗവൺമെൻറ്റിൻ്റെയാണ്, നമ്മുടെ ഗവൺമെൻറ് കൈമാറിയതാണ് പിന്നീട് കോളേജ്. അപ്പോൾ അതൊരു ബോർഡാണ് കൈയാളുന്നത്. അപ്പോൾ അതിന് സ്ഥാപനത്തിൻ്റെ ഭാഗത്തുനിന്ന് 5 പ്രതിനിധികളുണ്ടാവും, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് 5 പ്രതിനിധികളുണ്ടാവും. അതിൻ്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ആരോഗ്യമന്ത്രിയാണെന്നാണ് എൻ്റെ വിശ്വാസം. അത് തെറ്റുണ്ടെങ്കിൽ തിരുത്താട്ടോ പലർക്കും. അതെ, എൻ്റെ ഒരു ഓർമ്മയെന്ന് ഞാൻ പറയുന്നത്. അതെ. അപ്പോൾ അതാണ് അവരുടെ ഇത് തീർത്തും സ്വകാര്യ സ്ഥാപനം തന്നെയാണ്, ഇനി യാതൊരു സംശയം വേണ്ട. അതെ. ഓക്കെ. പിന്നെ നമുക്ക് നമ്മുടെ കോട്ടക്കൽ ഈ അമ്പലം, ഈ അമ്പലത്തിന് മുമ്പിലുള്ള ഗേറ്റ് ഒരുപാട് വീഡിയോസിലും പല ആളുകളും പറയണതാണ്, അത് നമ്മളൊരു മതസൗഹാർദ്ദപരമായിട്ട് ഒന്നും ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരും മനസ്സിലായിക്കൊണ്ടുള്ള ഇതാണ്. ഇപ്പൊ പുറത്തുനിന്ന് നമ്മളൊരു ഫ്രണ്ട് വന്നിരുന്നു, ആള് UP ഭാഗത്തുള്ള അവിടുന്ന് അങ്ങോട്ട്. അപ്പോൾ ആള് വന്ന സമയത്ത് നമ്മളെ ആയുർവേദശാല നമ്മളെ കോട്ടക്കലെ കാണിച്ചു കൊടുത്തു. അപ്പൊ ആള് ഭയങ്കര ഇത് കണ്ടപ്പോ ഭയങ്കര എക്സൈറ്റഡ് ആയി, ഇങ്ങനെയൊക്കെ ഒരു സംഭവിക്കുക എന്നുള്ളൊരു ആ ഒരു ഇതിനെ പറ്റി. അല്ല, അതിപ്പോൾ സ്ഥാപകൻ തന്നെ, ഇപ്പോൾ വലിയമാമൻ തന്നെ ഒരു ചിന്താധാര എപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. അദ്ദേഹം എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടാണ്, അതായത് ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത് എല്ലാം ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പദമാണ് ടോളറൻസ്, സഹിഷ്ണുത വേണം. സഹിക്കലല്ല, നമ്മുടെ ഇത് എന്ന് പറയുന്നത് അക്സെപ്റ്റൻസ് ആണ്. അതിനെ നമ്മൾ ഉൾക്കൊള്ളുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ വേറൊരു മതം വന്നു, അതിനെ ഉൾക്കൊണ്ടു, മറ്റൊരു മതം വന്നു, അതിനെ ഉൾക്കൊണ്ടു. നമുക്ക് എല്ലാ മതങ്ങളും ഒരുപോലെയാണ്, അവർക്ക് അവരുടെ മതം കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള അവകാശമുണ്ട്. അതങ്ങനെ തന്നെ പോകുന്നു. നമ്മൾ നമ്മുടേത്, അതായത് മറ്റൊരു ഹെൽപ്പ് ടു ഹെൽപ്പ് യു എന്ന മട്ടത്തിലാണ്, അങ്ങനെയാണ് എൻ്റെ ഫോക്കസ്. അപ്പോൾ വലിയമാമൻ അത് തന്നെയാണ് ചിന്തിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഇവിടെ ഒരുപാട് പേര് ആ കാലത്ത് തന്നെ പല മറ്റേ മുസ്ലിം സഹോദരന്മാർക്ക് ജോലി കൊടുക്കുകയും ഈ പറഞ്ഞ പോലെ തന്നെ മരുന്ന് ശേഖരിച്ച് വരാൻ
അധികവും അവർ തന്നെയാണ് മുന്നിട്ട് ഇപ്പോഴും. എത്ര പരമ്പരകളായിട്ട് അതേ തൊഴിലിൽ ഏർപ്പെടുന്ന എത്ര പേരിപ്പോഴും വൈദ്യശാലയ്ക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ വൈദ്യശാലയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ മതം എന്ന് പറഞ്ഞാൽ ഒരു ഇപ്പം അദ്ദേഹത്തിൻ്റെ വീക്ഷണം അതേപോലെ ആ വീക്ഷണത്തിൽ കൂടെ തന്നെയാണ് ഇപ്പം ഞാൻ ജനിച്ച് വളർന്നതൊക്കെ. അപ്പോൾ നമ്മുടെ കണക്കിൽ മതം എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സ്പെക്റ്റീവ് മാത്രമാണ്, ചിന്താധാര. അപ്പം ഇങ്ങനെ ചിന്തിക്കുന്നു, ആയിക്കോട്ടെ, അങ്ങനെ ചിന്തിക്കാം, മറിച്ചും ചിന്തിക്കാം. അപ്പം നിങ്ങൾ ചിന്തിച്ചോളൂ, ഞാനും ചിന്തിക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്. പിന്നെ ഈ അമ്പലത്തിൻ്റെ അപ്പോൾ ആ ഒരു ഫിലോസഫിയുടെ ബേസിസിലാണ് ഈ അമ്പലം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം മറ്റേ പുതാവുതനൊക്കെ അറിയുന്നുണ്ടാവും, എല്ലാ മതസ്ഥർക്കും ഈ ഇതിൽ വരാം. ഇപ്പോൾ അയ്യപ്പനെ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ മാത്രമേ അങ്ങനെ ഉണ്ടാവുള്ളൂ എൻ്റെ കണക്കിൽ. അല്ല, മറ്റ് ചെറിയ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടാവാം, പക്ഷേ ഏറ്റവും വലിയ പ്രാധാന്യം ഇതിന് എവിടെ വെച്ചാൽ ഇപ്പോൾ മറ്റ് ഇപ്പോൾ ഹിന്ദു മതത്തിൽ തന്നെ ഇതര ജാതിക്കാർക്ക് ക്ഷേത്രപ്രവേശനം അനുവദിക്കാത്തൊരു കാലത്താണ് ഈ ക്ഷേത്രം അദ്ദേഹം പണിയുന്നത്. പിന്നെ ഇപ്പോൾ ഈ ക്ഷേത്ര വിളംബരമൊക്കെ ഉണ്ടല്ലോ, അതായത് എല്ലാവർക്കും അമ്പലത്തിൽ കയറാന്നുള്ള വിളംബരമൊക്കെ വരുന്നതിൻ്റെ എത്രയോ വർഷം മുമ്പ് തന്നെ ഈ ക്ഷേത്രം അദ്ദേഹം പണി കഴിപ്പിച്ചു. ഇവിടെ എല്ലാ ആൾക്കാരും അന്ന് വരികയും ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അതെ ആ ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആ ഗേറ്റും എല്ലാം. അതെ. പിന്നെ അതുപോലെ തന്നെ ദൈവ കുടുംബകം എന്നല്ലേ പറയുന്നത്, എല്ലാവരും കുടുംബക്കാരാണ്, ഒരു കുഴപ്പമില്ലല്ലോ. അതെ അതെ. പിന്നെ ഇവിടെ വലിയ വലിയ VVIP-കൾ ചികിത്സക്ക് വേണ്ടിയിട്ട് വരുന്ന സ്ഥലമാണ്. അതെ അതെ. VVIP-കൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ്റെ പ്രസിഡന്റ് അടക്കമുള്ള അതിന്റെ മേലക്കുള്ള ആളുകൾ VVIP-കൾ വരുന്ന സ്ഥലമാണ്. പിന്നെ നമ്മള് വേൾഡ് കപ്പ് കഴിഞ്ഞ വേൾഡ് കപ്പ് മുമ്പത്തിന്റെ വേൾഡ് കപ്പ് നടക്കുന്ന സമയത്താണ് നമ്മളെ റൂമറാണെന്ന് പറയാം, നെയ്മർ കോട്ടക്കലിലേക്ക് വരുന്നുണ്ട്. അത് എല്ലാവർക്കും ഇപ്പോഴും കേൾക്കാൻ ഇഷ്ടമാണ്. കോട്ടയൊക്കെ അന്ന് നെയ്മർ വരുമോ തീരുമാനിച്ചിക്കണോ, അത് ന്യൂസുകാർ വെറുതെ ഫേക്ക് ആയിട്ട് ഉണ്ടാക്കിയതാണോ എന്നുള്ളത് എന്താണ് അതിന്റെ ഒരു സത്യത്തില്? അല്ലാതെ ഫേക്ക് ന്യൂസ് തന്നെയായിരുന്നു. അതായത് അവിടുത്തെ ഇപ്പം ബ്രസീലിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു മറ്റേ കണക്ഷനോ അല്ലെങ്കിൽ കോളോ ഒന്നും വന്നിട്ടില്ല എൻ്റെ അറിവിൽ. ഞാനതൊന്ന് ക്ലാരിഫൈ ചെയ്തതാണ്. അപ്പം അന്ന് അങ്ങനെ ഔദ്യോഗികമായിട്ടൊരു അറിയിപ്പ് വന്നിട്ടൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ പത്രക്കാരെ ഇറക്കിയതായിരിക്കണം, വൈദ്യശാലയിൽ വരുന്നു. അപ്പം പത്രക്കാർക്ക് പിന്നെ ഇപ്പം എന്തോ ആവാലോ. അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലുള്ളൂ. കാരണം അത് അങ്ങനെ അങ്ങനെ വരാനുള്ളൊരു പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. അത് അങ്ങനെ തന്നെയാണ്. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഒരു സാഹിത്യകാരനാണ്. അതെ അതെ. പുസ്തകം വളരെ ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട്. താങ്ക് യു. എന്താ അതിൽ ആ മേഖലയ്ക്ക് കടക്കാനുണ്ടായൊരു പ്രചോദനം? അത് ചെറുപ്പത്തിൽ തന്നെ എഴുതിയിരുന്നോ അതല്ല ഇപ്പോൾ എഴുതി തുടങ്ങിയതാണോ, എങ്ങനെയാണ്? അല്ല, ചെറുപ്പത്തിൽ എഴുതിയതെന്ന് വെച്ചാൽ ഇപ്പോൾ അത്ര ചെറുപ്പത്തിൽ എഴുതിയിട്ടൊന്നുമില്ല. ഒരു 5ാം ക്ലാസ് ആയപ്പോൾ എൻ്റെ കൂടെ പഠിക്കുന്നവരൊക്കെ അവരുടെ ഡയറിയിൽ ചെറിയ ചെറിയ കഥകളൊക്കെ എഴുതാൻ തുടങ്ങി. അപ്പം പലരും നന്നായി എഴുതണവരുണ്ടായിരുന്നുണ്ട് ക്ലാസ്സിൽ. അപ്പോൾ അവരെല്ലാം എഴുതണ്ടെന്നാ ഞാനും എഴുതാം എന്ന് വെച്ചിട്ട് എഴുതി തുടങ്ങിയതാണ്. അപ്പോൾ അത് അന്നത്തെ ഒരു പിയർ പ്രഷറിനോ അല്ലെങ്കിൽ അവരോടൊപ്പം ചേരാൻ വേണ്ടി എഴുതി തുടങ്ങിയതാണ്. അപ്പം അന്ന് കൃത്യമായിട്ട് മോഷണം തന്നെയായിരുന്നു. അതായത് ഇപ്പോൾ ഞാൻ കാണുന്ന അന്നിപ്പോൾ ഈ കേബിൾ TV ഒക്കെ ഇറങ്ങിയ സമയം, അപ്പോൾ പല ഹിന്ദി സീരിയലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അന്ന് എഴുതിയിരുന്ന അധികം ഈ ഹൊറർ ഷോണറിലുള്ള കഥകളായിരുന്നു. ചെറുകഥകളെന്ന് തന്നെ പറയാൻ പറ്റില്ല, ഒരു 1.5 പേജൊക്കെ മാക്സിമം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ പറയുന്ന സീരിയൽ എന്നൊക്കെ ചൂണ്ടി ഇന്ന് സീനൊക്കെ അടിച്ചു മാറ്റിയിട്ടൊക്കെ എഴുതിയിരുന്നു. പിന്നീട് സീരിയസ് ആയിട്ട് എഴുത്ത് അല്ലെങ്കിൽ ഒരു എഴുത്തുകാരനാവണം എന്ന് തീരുമാനിക്കുന്നത് 2002-ലാണ്. അന്നാണ് എനിക്ക് എൻ്റെ സുഹൃത്ത് രുദ്രൻ എന്നാണ് അവൻ്റെ പേര്. അവൻ എനിക്ക് ഹാരി പോട്ടറിന് ആദ്യത്തെ പുസ്തകം കൊണ്ടു തരുന്നത്. അപ്പം അത് വായിച്ചു. ആദ്യം വായിച്ചപ്പോൾ കുറച്ച് അന്ന് വായനാശീലമൊന്നുമില്ല, ഫുൾ ടൈം TV തന്നെയായിരുന്നു. അപ്പോൾ ഇവനെന്തായാലും നീ ഇതെന്തായാലും വായിക്കണം എന്ന് പറഞ്ഞ് കൊണ്ടു തന്നു. അപ്പോൾ അവനെ വിഷമിപ്പിക്കേണ്ടതെന്ന് എഴുതി വായിക്കാൻ തുടങ്ങി. ആദ്യമൊന്നും മനസ്സിലായൊന്നുമില്ല, കാരണം വായനാശീലം ഇല്ലല്ലോ. അപ്പോൾ പിന്നെ അവിടുത്തെ ഇംഗ്ലീഷുമാണ്, അവിടുത്തെ രീതികളും ചെയ്തികളൊക്കെയാണ്. അപ്പോൾ തീർത്തും അന്യമായിട്ടൊരു കൾച്ചറാണ്. അപ്പോൾ ഒന്നും മനസ്സിലായില്ല. പിന്നെ മെനക്കെട്ടിരുന്ന് വായിച്ചൊരു 10-50 പേജ് കഴിഞ്ഞപ്പോൾ കഥ രസിക്കാൻ തുടങ്ങി.
പിന്നെ അതൊരു അഡിക്ഷനായി മാറി. പിന്നെ അത് എല്ലാ പുസ്തകവും വായിച്ച് മറ്റേ അതിൻ്റെ സിനിമകളൊക്കെ കണ്ട് ഇപ്പോൾ ഏട്ടനൊക്കെ കളിയാക്കും, നീ എന്താ ഇതിൻ്റെ വല്ല തീസിസും സമർപ്പിക്കാൻ പോകുന്നുണ്ടോ, ആ രീതിയിലായിരുന്നു വായനയൊക്കെ. ഇപ്പോൾ ഏത് ഉറക്കത്തിൽ നിന്ന് ഇട്ടാലും അതിനെക്കുറിച്ചുള്ള കഥാപാത്രങ്ങളുടെ പേരും അവരുടെ എല്ലാതും കാണപ്പാടായിരുന്നു. അപ്പം അത്രയും ആ പുസ്തകം എന്നെ സ്വാധീനിച്ചില്ല. ആ ശൈലി, ആ എഴുത്തുകാരി പെർസെ വല്ലാതെ സ്വാധീനിച്ചു. അപ്പോൾ അതിന് ശേഷമാണ് ഒരു സാഹിത്യകാരനാവാം എന്ന് വിചാരിച്ചത്. പിന്നെ സ്വതസിദ്ധമായ മടിയുള്ളതുകൊണ്ട് ആ മോഹം കുറേ കാലം കൊണ്ടു നടന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഒരു 2009-10 കാലഘട്ടത്തിലാണ് തോന്നുന്നത്, അതിന് 11 അറിയില്ല. നേരത്തെ പറഞ്ഞ ഒരുപാട് VVIPs വരുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ സംവിധായകൻ ജയരാജ് അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മേമയുടെ അതായത് അച്ഛമ്മങ്ങളുടെ വളരെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ ഒരു ദിവസം ഇതേപോലെ അച്ഛമ്മങ്ങളെ അങ്ങോട്ട് കൊണ്ടുവന്നു, മേമ അങ്ങോട്ട് കൊണ്ടുവന്നു അദ്ദേഹത്തെ പരിചയപ്പെടുത്താം. അപ്പോൾ നമ്മൾ സംസാരിച്ചു. അപ്പോൾ അപ്പോഴേക്കും ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ ത്രില്ലർ ഷോണറാണ് ഇഷ്ടമുള്ള മേഖല. അപ്പോൾ അതിൽ കിട്ടുന്ന എല്ലാ സകലമാന ഇവിടുത്തെ ലൈബ്രറിയിലുള്ള പുസ്തകങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വായിച്ചിരുന്നൊരു കാലഘട്ടമായിരുന്നു. അപ്പോൾ പലരും സംസാരിച്ച് കൊടുത്തിട്ട് അദ്ദേഹമാണ് വെറുതെ ഒന്ന് ചോദിച്ചത്, വിവേകാനന്ദ എന്ത് എഴുതിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ അതുവരെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എഴുതിയായിരുന്നു, ചെറിയ തർജ്ജമകളൊക്കെ നടത്തിയായിരുന്നു, അല്ലാണ്ട് സീരിയസ് ആയിട്ടൊരു എഴുത്ത് തുടങ്ങിയിരുന്നില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞപ്പോൾ ആദ്യം അദ്ദേഹം ഒന്ന് വെറുതെ ആക്കാൻ പറഞ്ഞാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അത് സീരിയസ് ആയിട്ട് എടുത്തില്ല. രണ്ടാമത് പിറ്റേ ദിവസം കണ്ടു. അപ്പോൾ കാരണം എല്ലാ ദിവസം വരാൻ തുടങ്ങി. അപ്പോൾ പിറ്റേ ദിവസം വന്നപ്പോൾ എന്താ എഴുത്ത് തുടങ്ങിയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അപ്പോൾ സീരിയസ് ആയിട്ടാണ് പറഞ്ഞതാണ്. അപ്പം എന്നാൽ അങ്ങനെ ഒന്ന് എഴുതി വെക്കാമെന്ന് വെച്ചിട്ട് കുറേ കാലമായിട്ട് മനസ്സിൽ കൊണ്ടുവരുന്ന ഒരു കഥ ഉണ്ടായിരുന്നു. അപ്പം അതൊന്നൊരു ചെറിയ തിരക്കഥ രൂപത്തിൽ എഴുതിയിട്ട് ഒരാഴ്ചയ്ക്ക് ഉള്ളിൽ അദ്ദേഹത്തിന് കൊടുത്തു. 2 ആഴ്ചയ്ക്ക് അദ്ദേഹം ചികിത്സയ്ക്ക് വന്നിരുന്നു. അപ്പോൾ അങ്ങനെ കൊടുത്തു. അപ്പോൾ വായിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, കൊള്ളാം, ഇത് ആദ്യമായിട്ടാണോ എഴുതണേ വെച്ചാൽ ആദ്യമായിട്ട് തന്നെ എഴുതുന്നത്. അപ്പോൾ ചെറിയ കറക്ഷൻസൊക്കെ വരുത്തി. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് ചെയ്തു. പിന്നെ വളരെ ഡീറ്റെയിൽഡായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത്ര ഡീറ്റെയിൽസ് വേണ്ട, കുറച്ചാൽ മതി, കാരണം ബാക്കിയുള്ളവർക്ക് ഒന്നും ചെയ്യാനാത്ത പണിയാവും. അപ്പോൾ അത് വേണ്ട, വെറുതെ ഒരു സ്കെൽറ്റൺ മാത്രം മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് അത് നന്നായി ബോധിച്ചു. അപ്പോൾ നമുക്കത് ചെയ്യാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അസിസ്റ്റൻ്റ് ഉണ്ട്, അപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യിക്കാം എന്നൊക്കെ വെച്ചപ്പോൾ പിന്നെ പ്രൊഡ്യൂസർ വേണമല്ലോ. അപ്പോൾ അതിപ്പോൾ ഈ പറഞ്ഞ പോലെ 2012-13 കാലഘട്ടമാണ്. അപ്പോൾ ആ സമയത്ത് എന്താ വെച്ചാൽ ഇത് തീർത്തും നായിക പ്രാധാന്യമുള്ളൊരു സിനിമ. അപ്പോൾ ആ കാലത്ത് നായിക മാത്രം വെച്ചിട്ടൊരു പടം കൊണ്ടുപോലും വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇന്നിപ്പോൾ സൂക്ഷ്മദർശിനിയും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് അത് പ്രൊഡ്യൂസർമാർക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു ഇൻവെസ്റ്റ് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ഒരുപാട് പേരെ സമീപിച്ചു, പക്ഷെ ആരും അങ്ങനെ മുന്നോട്ട് വന്നില്ല. അപ്പോൾ പിന്നെ എനിക്ക് ആ പ്രതീക്ഷ ഉണ്ടായിരുന്ന സംവിധായകൻ രഞ്ജിത്തായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം അന്ന് ലീല എന്ന് പറഞ്ഞ സിനിമ എടുത്തിട്ട് അദ്ദേഹം ഒത്തിരി ഒന്ന് സാമ്പത്തികമായിട്ട് ഞെരുക്കം അനുഭവിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതും ഏറ്റില്ല. അപ്പോൾ അപ്പോഴാണ് ജയരാജങ്ങൾ പറഞ്ഞ് നമുക്കൊന്നൊരു കാര്യം ഇത് ആദ്യം നോവലാക്കാം, കാരണം മുപ്പർക്ക് ആ കഥയിൽ അത്ര വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നോവലാക്കി. അപ്പോൾ നോവൽ എഴുതി. അപ്പോഴാണ് മനസ്സിലായത് ഒരു നോവലാവണമെങ്കിൽ ചുരുങ്ങിയത് 50,000 വാക്കുകൾ അതിൽ വേണം. അപ്പോൾ ഞാൻ എഴുതിയത് ആകെ 22,000 ചിറ്റുവാനുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്ത് പറ്റിച്ചാൽ അപ്പോൾ അതൊന്ന് വിപുലീകരിക്കണം. അപ്പോൾ എങ്ങനെയാവുന്നത്, അപ്പോൾ എല്ലാ കഥാപാത്രത്തിനും ഒരു ബാക്ക് സ്റ്റോറി കൊടുത്തു. അപ്പോൾ എല്ലാം തീരുമാനമായി. പിന്നെ എൻ്റെ എഴുത്തിയമ്മ ഒരാളുണ്ട്, അവർ ജേർണലിസ്റ്റാണ്, ബേസിക്കലി കല്യാണി എന്ന പേര്, ദുബായിലാണ്. അപ്പോൾ അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് അവരാണ് എൻ്റെ എഡിറ്റിംഗ് വർക്കൊക്കെ ചെയ്തത്. അപ്പം അങ്ങനെ അങ്ങനെയാണത് പുറത്തിറങ്ങുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ മടിയുള്ളതുകൊണ്ട് ഇങ്ങനെ അരിച്ചരിച്ചിട്ടാണ് പോയിരുന്നത്. പക്ഷേ എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഒരു 2019 അത് കഴിഞ്ഞ് പിന്നെ പബ്ലിഷേഴ്സിനെ തപ്പണം. അപ്പോഴും ഇതേ അവസ്ഥയാണ്. പുതിയ ഒരാൾക്ക് ചാൻസ് നൽകാൻ ആരും തയ്യാറായില്ല. പുതിയ ആൾക്കാർക്ക് ചാൻസ് കൊടുക്കുന്നവരെ പലരെയും സമീപിച്ചു, അതും ശരിയായില്ല. അങ്ങനെ വെറുതെ ഗൂഗിൾ ചെയ്തപ്പോഴാണ് ചെന്നൈയിലുള്ള നോഷൻ പ്രസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അവരുമായിട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ അവർ എല്ലാം ചെയ്തുതരാം എന്ന് പറഞ്ഞു, ഒരു കുഴപ്പമുണ്ടായില്ല. അപ്പോൾ ജസ്റ്റ് ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ ഒത്തിരി ചിലവഴിച്ചാൽ മതി, അത്രേ വേണ്ടു, ബാക്കിയായിട്ട് അവർ ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ 2020 മാർച്ചിലാണ് ആദ്യത്തെ പുസ്തകം ഐ ലൈ ഇൻ വെയിറ്റ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ അപ്പോഴേക്കും അതിൻ്റെ പ്രൊമോഷൻ വർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, കാരണം അപ്പോഴേക്കും കോവിഡ് ലോക്ക്ഡൗൺ ആയി. അപ്പോൾ ഒന്നും നടന്നില്ല.
അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ പോയി. സെപ്റ്റംബർ ആകുമ്പോഴാണ് എൻ്റെ കസിൻ ബ്രദർ ഒരാളുണ്ട്, അശ്വിൻ എന്നാണ് പേര്, എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്താണ്. അപ്പോൾ അവൻ പറഞ്ഞു, നീ നിൻ്റെ മാർക്കറ്റിംഗ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും എന്നെ ഏൽപ്പിക്കും, ഞാൻ ചെയ്തുതരാം. ആയിക്കോട്ടെ, ഞാൻ ഏൽപ്പിച്ചെന്നിരിക്കുന്നു. അപ്പോൾ അവൻ പലരെയും വിളിച്ച് സത്യം പറഞ്ഞാൽ എൻ്റെ എല്ലാ സ്വപ്നങ്ങളും അവൻ സാക്ഷാത്കരിച്ചിരുന്നു എന്ന് പറയാം. അതായത് ഇപ്പോൾ കുട്ടിക്കാലത്തൊക്കെ ഇപ്പോൾ പല പുസ്തകത്തിൻ്റെ റിവ്യൂ, ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസിനും ടൈംസ് ഓഫ് ഇന്ത്യയിലൊക്കെ വരുമ്പോൾ ഞാൻ എൻ്റെ പുസ്തകത്തിൻ്റെ ഒരു റിവ്യൂ ദിവസം വരും. അപ്പോൾ അവനതൊക്കെ സാധിച്ചിരുന്നു. ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നു, ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നു. പിന്നെ അതുപോലെ നമ്മുടെ ജമേഷേട്ടൻ അക്കോട്ടൊക്കെ അദ്ദേഹം ഒരു ഇൻ്റർവ്യൂ ഒക്കെ നടത്തി. അങ്ങനെ ആ ഒരു വർഷം മൊത്തം നല്ലൊരു ഒരു പബ്ലിസിറ്റി കിട്ടി പുസ്തകത്തിന്. പിന്നെ അതുപോലെ പൂനെ ലിറ്റററി ഫെസ്റ്റിവലിൽ അത് ചെയ്യാൻ പറ്റി, മറ്റേ ഒരു ലോഞ്ച് ചെയ്യാൻ പറ്റി. കാരണം അന്ന് ഓൺലൈനായിരുന്നു, അപ്പോൾ സൗകര്യമായിട്ട് ഇപ്പോൾ പൂനെ വരെ പോകേണ്ട ആവശ്യം വന്നില്ല. അപ്പോൾ അതൊക്കെ ചെയ്യാൻ പറ്റി. അപ്പോൾ അങ്ങനെ ഒരു 2020 ഡിസംബർ വരെ അതിൻ്റെ ഓളത്തിലായിരുന്നു. അത് കഴിഞ്ഞ് അപ്പോഴേക്കും രണ്ടാമത്തെ പുസ്തകത്തിന് ജോലി തുടങ്ങിയിരുന്നു. അപ്പോഴും ഈ പറഞ്ഞ പോലെ മടി കാരണം ഇങ്ങനെ അരിച്ചരിച്ച് പോകുമായിരുന്നു. പിന്നെ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോഴേക്കും ഇപ്പോൾ അച്ഛൻ്റെ പുസ്തകമാണ് ഞാൻ രണ്ടാമത് എഴുതിയത്, സ്മൃതിപർവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇംഗ്ലീഷ് തർജ്ജമ. ചെറിയ ചില്ലറ മാറ്റങ്ങളൊക്കെ അല്ലെങ്കിൽ എൻ്റെ നല്ല കുറച്ച് കയ്യിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ടുള്ളൊരു പതിപ്പാണ്. അപ്പോൾ അത് അച്ഛൻ്റെ 100ാം പിറന്നാളിന് ഒരു പ്രസൻ്റായിട്ട് കൊടുക്കണമെന്ന് വെച്ചിട്ടാണ് എഴുതിയത്. അപ്പോൾ 2021 100ാം പിറന്നാൾ. അത് ജൂൺ 5-ാം തീയതിയാണ്. ഞാൻ അതുവരെ ആകെ എഴുതിയിരുന്നത് 13 അധ്യായം, മൊത്തം 90 ചില്ലാൻ അധ്യായം. അപ്പോൾ ബാക്കി 4 മാസം കൊണ്ട് കുത്തിപ്പിടിച്ചിരുന്ന് എഴുത്തോടെ എഴുത്തായിരുന്നു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എഴുതാന്നുള്ളൊരു അവസ്ഥയായിരുന്നു. അങ്ങനെ ഒരു ഏപ്രിലായപ്പോഴേക്കും ഫുൾ മാനുസ്ക്രിപ്റ്റ് റെഡിയായി, എഡിറ്റിങ് കഴിഞ്ഞ് മെയിൽ പബ്ലിഷ് ചെയ്യാമെന്നായിരുന്നു വെച്ചിരുന്നത്. അപ്പോഴേക്കും പിന്നെ രണ്ടാമത്തെ വേവ് കോവിഡ് വന്നു, ഫുൾ ലോക്ക്ഡൗൺ ആയി, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്ത് ചോദിച്ചാൽ ഫുൾ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് സ്പൈറൽ ബൈൻഡ് ചെയ്തിട്ട് അദ്ദേഹത്തിന് പിറന്നാളിന് കൊടുത്തു. അപ്പോൾ അതിൽ ആദ്യത്തെ ഒരു 5-6 അധ്യായം അദ്ദേഹത്തിന് വായിച്ചു. പക്ഷെ അപ്പോഴേക്കും പിന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം കുറച്ച് പ്രയാസമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ 1 മാസം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം പോവുകയും ചെയ്തു. എന്തായാലും അത് ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റിയെന്നുള്ളതൊരു ചാരിതാർത്ഥ്യമായിരുന്നൊരു കാര്യമാണ്. തീർച്ചയായിട്ടും. അതാണ് എഴുത്ത് വഴികൾ, എഴുത്തിൻ്റെ വഴികൾ. പിന്നെ അടുത്ത പുസ്തകം അടുത്തന്നെ ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചെറുകഥാ സമാഹാരമാണ്. അത് കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ്. അതൊരു സ്ത്രീ കഥാപാത്രത്തിൻ്റെ വീക്ഷണത്തിലൂടെ എഴുതാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ എല്ലാം വരും. ഇപ്പോൾ സദാചാര പോലീസുണ്ട്, ഇപ്പോൾ മയക്കുമരുന്നുണ്ട്, അങ്ങനെ ഇപ്പോൾ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളല്ല സംഭവിക്കുന്ന കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള 10 കഥകളായിരിക്കും. അതെ, അതിപ്പോൾ എപ്പോൾ തീരുന്ന എനിക്കറിയില്ല. ഈ പറഞ്ഞ പോലെ മടി ഒരു വലിയൊരു ഫാക്ടറാണ്. ഏതായാലും വലിയൊരു സാഹിത്യകാരൻ തന്നെ ആവട്ടെ. വളരെ സന്തോഷം. അതെ. പിന്നെ അതേപോലെ തന്നെ ഈ പുതിയ കാലത്തെ വിദ്യാർത്ഥികൾ അവർ എഡ്യൂക്കേറ്റഡ് ആണ്, ക്വാളിഫിക്കേഷൻ ആർക്കും കുറവില്ല, ഹൈ എഡ്യൂക്കേഷൻ എല്ലാവർക്കും ഉണ്ട് ഒക്കെ ഉണ്ട്. പക്ഷേ നിങ്ങളടുത്തുനിന്ന് ഞങ്ങളൊക്കെ പറഞ്ഞാണ്, ഫസ്റ്റ് തന്നെ പറഞ്ഞല്ലോ, ആള് ഭയങ്കര ഹാപ്പിയാണ്, ചിരിച്ചുകൊണ്ട് കാണാൻ പറ്റുന്നത്, പോസിറ്റീവാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് പല വിഷയങ്ങളിലും, ഉദാഹരണത്തിന് പറയണമെങ്കിൽ അവർ പഠനത്തിൻ്റെ കാര്യമായിരുന്നു, എന്തെങ്കിലും ഒരു ഫെയിലിയർ വരുമ്പോഴത്തേന് അവിടെ ഭയങ്കരമായിട്ട് ടെൻഷനാവും. അതല്ലെങ്കിൽ അവർക്ക് പ്രണയം ഉണ്ടാവുന്നുണ്ട്. പ്രണയം നല്ലതാണ്, പോസിറ്റീവാണ്. പക്ഷെ അതിലെന്തെങ്കിലും നെഗറ്റീവ് എക്സ്പെക്ട് ചെയ്യാത്തത് അപ്പുറത്തുള്ള വ്യക്തിയിലേക്ക് കിട്ടുമ്പോൾ, പ്രണയത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മൾ പല ആളുകളിലേക്ക് എക്സ്പെക്ട് ചെയ്യും, ഈ ആൾ എന്നോട് ഇങ്ങനെ പെരുമാറാൻ പാടുള്ളൂ, ഇങ്ങനെ സംസാരിക്കാൻ പാടുള്ളൂ എന്നൊരു എക്സ്പെക്ടേഷൻ പലർക്കും ഉണ്ടാവും. പക്ഷെ അതിന്റെ ആവശ്യമില്ല, നമ്മൾ വേറെ വ്യക്തിയാണ്, ആള് വേറെ വ്യക്തിയാണ്. പക്ഷെ ഇങ്ങനെ എക്സ്പെക്ടേഷനിൽ നമുക്ക് വിചാരിക്കാത്തൊരു എക്സ്പെക്ടേഷനിലുള്ള സംസാരമാണ് അയാൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഭയങ്കര ഇമോഷണലി ആയിട്ട് ഡൗൺ ആവുന്ന ഒരു സിറ്റുവേഷൻ. അതിനെപ്പറ്റി എന്താണ് സംശയം പറയാനുള്ളത്? അപ്പോൾ 2 കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യം വിദ്യാർത്ഥികളുടെ കാര്യം പറയാം. പരീക്ഷയല്ല ഏറ്റവും വലിയ കാര്യം, അതാണ് ആദ്യം എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം. രണ്ടാമത് നിങ്ങൾ കമ്പയർ ചെയ്യൽ നിർത്തണം. ഇപ്പോൾ മറ്റേ അടുത്തുള്ള കുമാരൻ നന്നായി പഠിക്കുന്നുണ്ട്, ഞാൻ പഠിക്കുന്നില്ല, അങ്ങനത്തെ ഒരു ഇത് വേണ്ട. കുമാരൻ പഠിക്കുന്നത് കുമാരൻ്റെ പോലെ, ഞാൻ പഠിക്കുന്നത് എൻ്റെ പോലെ.
അപ്പോൾ ഇന്നലെ ഞാൻ എന്ത് പഠിച്ചു, ഇന്ന് ഞാൻ എത്രത്തോളം പഠിക്കുന്നുണ്ട്, ഇന്നലെ ഞാൻ എന്തായിരുന്നു, ഇന്ന് ഞാൻ എന്താണ്, അതിൽ നിന്നാണ് നമ്മുടെ നാളെ സത്യം പറഞ്ഞാൽ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് നമ്മളെ തന്നെയാണ്. അപ്പോൾ ഇന്നലെ ഞാൻ എത്രത്തോളം പഠിച്ചോ അതിനേക്കാൾ ഇന്ന് ഞാൻ പഠിക്കുന്നില്ലെങ്കിൽ ഞാൻ ഇമ്പ്രൂവ്ഡാണ്. അതിന് താഴെ പോയെങ്കിൽ എന്തുകൊണ്ട് താഴെ പോയി, അങ്ങനെ വളരെ വസ്തുനിഷ്ഠമായിട്ട് അതിനെ ക്ലാരിഫൈ ചെയ്തിട്ട് മുന്നോട്ട് പോവുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ രണ്ടാമത്തത് പ്രണയത്തിൻ്റെ കാര്യമാണ്. ഈ പ്രണയിക്കാൻ ഇപ്പോൾ ദാവൂദ് പറഞ്ഞതാണ് ഏറ്റവും എക്സ്പെക്റ്റേഷൻസ് ഒന്നും വേണ്ട. ഇപ്പോൾ ഏറ്റവും ആദ്യം എന്നോട് ചോദിച്ച ചോദ്യം രക്ഷിതാക്കളുടെ ഇതിപ്പോൾ അൺകണ്ടീഷണൽ ലവ് ആണ്. അതാണ് യഥാർത്ഥ പ്രണയം. നമ്മൾ കണ്ടീഷൻ വയ്ക്കുന്നില്ല. ഇപ്പോൾ ഒരു അമ്മ മകനെ സ്നേഹിക്കുന്നത് കണ്ടീഷൻ വെച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് അനുസരിക്കണം, ഞാൻ പറഞ്ഞത് കേൾക്കണം, ഇതൊന്നും ഒരു അമ്മ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും ഒരു മക്കളെ ചെയ്യാറില്ല. പക്ഷെ അതുകൊണ്ട് അമ്മയ്ക്ക് വ്യസനം ഉണ്ടെങ്കിൽ അതൊരിക്കലും നമ്മളിപ്പോൾ നമ്മളെ ഡൈവേഴ്സ് ചെയ്ത് പോവുകയോ അല്ലെങ്കിൽ ഇട്ടിട്ട് പോവുകയൊന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ ചെയ്യുന്നുണ്ട്, അത് വേറെ കാര്യം, അത് വേറെ തന്നെ ഡിബേറ്റാണ്. പക്ഷെ സാധാരണ രീതിയിൽ അങ്ങനെയൊന്നും നടക്കില്ല. അപ്പോൾ അതാണ് ശരിക്ക് പ്രണയത്തിൻ്റെ അടിസ്ഥാനം. അതാണ് കണ്ടീഷൻസ് വയ്ക്കാതിരിക്കുക. പിന്നെ ഒരിക്കലും അവിടെ ഞാൻ സ്വന്തമാക്കിയാൽ മാത്രമേ ആ പ്രണയം വിജയിക്കുള്ളൂ എന്നില്ല. പ്രണയിക്കുക എപ്പോഴും പ്രണയിക്കാം. ഇപ്പോൾ എനിക്ക് പ്രണയമുണ്ട്, ഇപ്പോൾ ഞാനൊരാളെ പ്രണയിക്കുന്നു, ഞാൻ മാത്രം അറിഞ്ഞാൽ പോലെ, ആ കുട്ടി അറിഞ്ഞാലും അറിഞ്ഞിരിക്കുന്നത് എനിക്ക് പ്രണയിക്കണതിൻ്റെ പ്രശ്നമൊന്നുമില്ലല്ലോ. അതെ, അപ്പോൾ അങ്ങനെ നോക്കിയാൽ മതി. അതാണ് ഏറ്റവും നല്ല കാര്യം. അപ്പോൾ എന്താ വെച്ചാൽ അപ്പോൾ നമുക്ക് വിഷമങ്ങൾ ഇല്ല. അപ്പോൾ വിഷമിക്കാനൊന്നുമില്ലല്ലോ, കാരണം എൻ്റെ പ്രണയം എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇപ്പോൾ സിനിമയിലും സാഹിത്യത്തിലൊക്കെ കാണാം. ഇപ്പോൾ പഴയ കാമുകിയുടെ പേര് മകൾക്കിടും, അല്ലെങ്കിൽ പഴയ കാമുകൻ്റെ പേര് മകനിടും. അപ്പം അപ്പോഴും ആ പ്രണയം ഉള്ളതുകൊണ്ടല്ലേ ഇടുന്നത്. അപ്പം അത് പോയിട്ടില്ല എന്ന് ഉറപ്പല്ലേ. തീർച്ചയായിട്ടും. അപ്പം അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. അപ്പം അതെപ്പോഴും ഉണ്ടാവും. അപ്പം അതിനെ നമ്മൾ പരിപോഷിപ്പിച്ചാൽ മതി, എപ്പോഴും പ്രണയിച്ചാൽ മതി. അപ്പോൾ ജീവിതം ആനന്ദകരമാവും. അപ്പോൾ ജീവിതം ആനന്ദകരമായി എപ്പോഴും ചിരിക്കാം, ഒരു കുഴപ്പമില്ല. ഇപ്പോൾ എളുപ്പത്തിൽ പറയാൻ ലവ് യുവർ ലൈഫ്. ജീവിതം എന്തായാലും ഇവിടെ വന്നിരിക്കുന്ന നമുക്ക് ആർക്കും സത്യം പറഞ്ഞാൽ നാളെ എന്ത് നടക്കുമെന്നോ ഇപ്പോൾ എന്ത് നടക്കുമെന്നോ ഒന്നും അറിയില്ല. പിന്നെ നമ്മളെന്തിനാ പ്ലാൻ ചെയ്യുന്നത്? അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞു വെച്ചാൽ വരിക, അത് ആസ്വദിക്കുക, അത്രേ പറ്റുള്ളൂ. മറ്റേത് വിഷമിച്ചിരിക്കാൻ വിഷമം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ചിരിച്ചാൽ മതി. പിന്നെ എപ്പോഴും ചിരിക്കാൻ പറ്റിക്കോണമെന്നില്ല. അപ്പം എനിക്ക് സയൻറ്റിഫിക്കായിട്ട് വേണമെങ്കിൽ ചിരിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ഈ പറയുന്ന ഹാപ്പി ഹോർമോൺസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഒരു പഠനം പറയുന്നത്. അപ്പോൾ നാക്കി കഴിഞ്ഞാൽ തന്നെ ആ സെൽസ് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ തലച്ചോറ് അതിനനുസരിച്ച് പ്രവർത്തിച്ച് നമ്മുടെ എന്ത് പറയുന്ന ഈ നെഗറ്റിവിറ്റി കുറയ്ക്കും. അപ്പോൾ ഒരു കാര്യമില്ലെങ്കിലും വെറുതെ തീർച്ചയായും അല്ലെങ്കിൽ കണ്ണാടി നോക്കി തീർച്ചയായും മതി. പിന്നെ ഈ പ്രണയത്തിൻ്റെ പോലെ ആദ്യം നമ്മളെ പ്രണയിക്കണം, എന്നാലും ബാക്കിയുള്ളവർ നമ്മളെ പ്രണയിക്കും. അതെ, അപ്പോൾ അതും നല്ലൊരു കാര്യമാണ്. അപ്പോൾ പക്ഷെ അതൊരു ആത്മാരാധന ആവരുത്. അതായത് മറ്റേ ഞാനൊരു സംഭവമാണെന്ന് അതല്ല പ്രണയം. നമ്മളെ തന്നെ ഇഷ്ടപ്പെടുക, എല്ലാ ന്യൂനതകളും വെച്ചിട്ട് തന്നെ നമ്മളെ ഇഷ്ടപ്പെടണം. അപ്പോഴേ ബാക്കിയുള്ളവർക്ക് ആ ന്യൂനതകളെ ഇഷ്ടപ്പെടാൻ പറ്റും. മറ്റേത് ഞാൻ പെർഫെക്റ്റ് ആണെന്ന് പറയുന്നിടത്താണ് പ്രശ്നം വരുന്നത്. അതെ, ദാവൂദിനെ എത്ര രസമായിട്ട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചല്ലോ. അപ്പോൾ എല്ലാതായാലും ഒതുങ്ങി, ഇനി പുതിയതായിട്ടൊന്നും പറയാനില്ല. ഓക്കെ, അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടു. നമ്മളെ ഇൻവിറ്റേഷൻ സ്വീകരിച്ചതിന് പ്രത്യേകിച്ച് നിങ്ങളെ സമയം തന്നതിന് അതൊന്നും അപ്പോൾ വളരെ സന്തോഷം. താങ്ക് യു. സുഹൃത്തുക്കൾ തമ്മിൽ താങ്ക് യു ഇല്ല. എപ്പോഴാണെങ്കിൽ വരാം, എപ്പോഴാണെങ്കിൽ സംസാരിക്കാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. നമ്മൾ ആയുർവേദശാലയെ പറ്റി സംസാരിച്ചു, അതേപോലെ തന്നെ അതിൻ്റെ സാഹിത്യം, ആ മേഖലയെ പറ്റി നമുക്ക് മനസ്സിലായി. അതേപോലെ തന്നെ അതേ ഒരു ഇൻസ്പിറേഷനാണ്. ഈ സ്റ്റോറി ഫുള്ളായിട്ട് കേട്ടാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇനി ഇൻസ്ട്രീംസിലേക്ക് വന്നതിന്, ഞങ്ങൾ ക്ഷണിച്ചതിന്, ഞങ്ങൾ സ്വീകരിച്ചതിന് സന്തോഷം. താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.